സ്ത്രീകൾ വരുന്ന സമയത്ത് എല്ലാവരും ചേർത്ത് പിടിച്ചുകൊണ്ടാണ് അവർ മുന്നോട്ട് പോകുന്നത്. BNAയുടെ നമ്മളൊരു വിഷൻ ഉണ്ടല്ലോ അല്ലെ, വളരെ സുന്ദരമായ ഒരു വിഷൻ. ലോകം ബിസിനസ് ചെയ്യുന്ന രീതിയാണ് എന്ത് ചെയ്യണത്, മാറ്റിക്കൊണ്ടിരിക്കുന്നത് അല്ലേ. ഇപ്പൊ ശരിക്കും പറയുകയാണെങ്കിൽ നമ്മൾ വലിയൊരു ചേഞ്ചാണ് നമ്മൾ BNAയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മളെ ലേഡി ഓൺടർപ്രണേഴ്സിനെ ശരിക്കും വലിയൊരു പ്ലാറ്റ്ഫോം തുറന്നു കൊടുത്ത പോലെ അവർക്കൊരു കോൺഫിഡൻസ് ആണ് ഓപ്പൺ ആവണം. എത്ര എക്സ്പീരിയൻസ് ആണ് നമുക്ക് കാണാൻ പറ്റുന്ന ഓരോ ദിവസം. ഓരോ ലേഡീസും ബിസിനസ്സിൽ വിജയിക്കുന്ന കഥകളാണ് ഇപ്പം നമ്മുടെ ഈ 4 ജില്ലകൾ അല്ലെങ്കിൽ ഓൾ കേരളം നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ ഒരു ചേഞ്ച് അല്ലെങ്കിൽ ലേഡി ഓൺടർപ്രണേഴ്സിന് എത്രമാത്രം BNA സപ്പോർട്ടീവാണ്, അല്ലെങ്കിൽ അവർക്ക് എത്രമാത്രം ഇൻഫ്ലുവൻസ് ചെയ്യുന്നുള്ള സാറൊന്ന് പറയൂ. ലേഡി ഓൺടർപ്രണറിന് മുമ്പ് സ്ത്രീകളെ അംഗീകരിക്കുകയും ആദരിക്കുകയും ചെയ്യുന്ന സമൂഹമായി വിജയിച്ചിട്ടുള്ളൂ. ഏതെങ്കിലും ഒരു സമൂഹം അത് അംഗീകരിക്കാതെ നിന്നിട്ടുണ്ടെങ്കിൽ ആ സമൂഹം വിജയിച്ചിട്ടില്ല. അതാണ് ഫസ്റ്റ്. രണ്ടാമത്തത്, ലോകത്ത് സ്ത്രീ പുരുഷൻ നോക്കുന്ന സമയത്ത് ഏറ്റവും കഴിവുള്ള ആള് ആരാന്ന് വെച്ചാൽ സ്ത്രീകൾ തന്നെയാണ്. മനസ്സിലായില്ലേ? അവർ അത്ര കഴിവ് നമുക്കില്ല. അപ്പൊ അത് നമ്മൾ അംഗീകരിച്ചേ പറ്റുള്ളൂ. മൂന്നാമത് നിങ്ങൾ എടുത്തു നോക്കിയാൽ അത് ഗവർണൻസ് ആയാലും ലോകത്തിൻ്റെ ഏതെങ്കിലും പ്രസിഡന്റ് ആയാലും ശരി, ഡിസിഷൻ മേക്കിങ്ങിലെ കോർപ്പറേറ്റ് ബോഡീസിലായാലും അല്ലെങ്കിൽ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിൻ്റെ അവിടെ ആയാലും എവിടെയൊക്കെ ഡിസിഷൻ മേക്കിങ്ങിൽ ലേഡീസ് ഉണ്ടായിട്ടുണ്ടോ അവിടെയൊക്കെ വിജയിച്ചിട്ടുണ്ട്. അപ്പോൾ സ്ത്രീകളുടെ ഒരു പങ്കാളിത്തം ഡിസിഷൻ മേക്കിങ്ങിൽ ഉണ്ടായിട്ടുണ്ടോ ആ പ്രസ്ഥാനങ്ങളൊക്കെ വിജയിച്ചിട്ടുണ്ട്. പിന്നെ ഏതെങ്കിലും ബിസിനസ് ഓണേഴ്സ് അവരുടെ വൈഫ് അവരെവിടെയെങ്കിലും ഏതെങ്കിലും ഡിസിഷൻ മേക്കിൽ വന്നിട്ട് ഹസ്ബൻഡും കൂടെ ചെയ്തിട്ടുണ്ട്, അതും വിജയിച്ചു. അപ്പം അങ്ങനെ വിജയിക്കുന്ന സമയത്ത് വേറെ സമൂഹത്തിൽ എന്താണെന്ന് വെച്ചാൽ വലിയ മാറ്റമാണ് ഉണ്ടാവുന്നത്. കമ്മ്യൂണിറ്റിയിൽ ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റ് വളരെ വലുതാണ്. മനസ്സിലായി? അപ്പം സ്ത്രീകൾ ഡിസിഷൻ മേക്കിൽ വരികയും അത് ഉണ്ടാവുന്ന മാറ്റം ഇമ്പാക്റ്റ് സൊസൈറ്റിയിൽ വളരെ വലുതാണ്. മനസ്സിലായില്ലേ? ഇങ്ങനെ വരുന്ന സമയത്താണ് BNA മഹാപ്രസ്ഥാനം അവർ ശരിക്കും അവർ ആദരിച്ചുകൊണ്ട് അംഗീകരിച്ചുകൊണ്ട് അവർക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുത്ത് BNA അത് പ്രോത്സാഹിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുവരുന്നത്. എനിക്ക് അഭിമാനത്തോടെ പറയാൻ പറ്റും, കേരളത്തിൽ ആകെ ഒരു സ്ത്രീകൾ ലേഡി ഓൺടർപ്രണേഴ്സ് മാത്രമുള്ള ഒരു ചാപ്റ്റർ കേരളത്തിൽ ഉള്ളു. ഇന്ത്യയിലാകെ 5-6 സ്ഥലത്തേ ഉള്ളൂ, ഒന്ന് കേരളത്തിലാണ്. വളരെ ഭംഗിയായി വളരെ നന്നായിട്ട് അവർ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. അതുമാത്രമല്ല, ഇപ്പം 44 ഗ്രൂപ്പുകളില്ലേ, എവിടൊക്കെ സ്ത്രീകളുണ്ടോ അവരൊക്കെ ഭയങ്കരമായിട്ടുള്ള മാറ്റങ്ങളാണ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. അവരുടെ ലീഡർഷിപ്പ് എടുക്കുന്ന സമയത്ത്, ഹെഡ് ടേബിൾ വരുന്ന സമയത്ത് അവിടെ നല്ല കൾച്ചർ സെറ്റിംഗ് ആണ് ഉണ്ടാവുന്നത്. സ്ത്രീകൾ വളരെ ബോൾഡായിട്ടും പോസിറ്റീവായിട്ടും ഇൻക്ലൂസീവ്, അതാണ് അവരുടെ പ്രത്യേകത. സ്ത്രീകൾ വരുന്ന സമയത്ത് എല്ലാവരും ചേർത്ത് പിടിച്ചുകൊണ്ടാണ് അവർ മുന്നോട്ട് പോകുന്നത്. മനസ്സിലായില്ലേ? അതാണ് അവരവിടെ കഴിവ്. അങ്ങനെ അവരെ പ്രാപ്തിയും കഴിവും അവർ ഉപയോഗിച്ചിട്ട് മുന്നോട്ട് പോകുമ്പോൾ നമ്മളെ കൊണ്ട് പറ്റുന്ന സഹായങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ അവർ വേറെ ലെവലിലേക്ക് പോകും. അവിടെ നമുക്കൊരു ഈഗോന്റെ ആവശ്യമില്ല. അവർ നമ്മളെങ്ങാട്ടും വലുതാവട്ടെ എന്ന് വിചാരിച്ചു കഴിഞ്ഞ് പ്രോത്സാഹിപ്പിച്ചു കഴിഞ്ഞാൽ അവരും നന്നാവും, സമൂഹം നന്നാവും. ആ രീതിയിലാണ് BNA സ്ത്രീകൾക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഏതെല്ലാം സ്ഥലത്ത് എങ്ങനെയൊക്കെ അവരെ സഹായിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമോ, എന്തെങ്കിലും സ്ഥാനമാനങ്ങൾ കൊടുക്കാൻ പറ്റുമോ, അതൊക്കെ ചെയ്തുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോകാം.